എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫി ആണെങ്കിൽ ആ ബ്രൂലിയെയും കട്ടക്കുറി വില്ലനെയും അവർ രണ്ടുപേരെയും മിറർ ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു വലിയ മിറർ അത് തന്നെ അങ്ങനെ തല്ലി പൊട്ടിക്കുകയാണ്. കട്ടക്കുറിക്കാണെങ്കിൽ ലൂഫിയുടെ കോൺഫിഡൻസ് കാണുമ്പോൾ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വല്ലാത്തൊരു ത്വര തോന്നും. ഉടനെ കട്ടക്കുറിയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ലൂഫിയോട് പറയും, നിനക്കറിയില്ല ഞങ്ങളുടെ മാസ്റ്റർ കട്ടക്കുറിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബൗണ്ടി എന്താന്ന് നിനക്കറിയോ? അദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ചും ചരിത്രത്തെ കുറിച്ചും നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് മുൻപിൽ നീ ഇങ്ങനെ നിൽക്കാൻ പോലും യോഗ്യനല്ല. മാസ്റ്റർ കട്ടക്കുറിയുടെ ചെറുവിരൽ മതി നിന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ. ലൂഫി ആണെങ്കിൽ അതെല്ലാം കേട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കാരണം നമ്മുടെ പയ്യൻ അവൻ വെറും ലൂഫിയല്ല, വൺ പീസിലെ കഥാനായകനാണ്. ലൂഫിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ലൂഫി നിസ്സാരക്കാരനല്ല എന്നും ആ ഒരു വെഡ്ഡിംഗ് ടൈമിൽ അവൻ ചെയ്ത അറ്റാക്കുകളെ കുറിച്ചൊക്കെ തന്നെ കട്ടക്കുറിക്ക് നല്ല ബോധ്യമുണ്ട്. സോ ഇപ്പൊ ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഫ്യൂച്ചറിൽ എനിക്കും അമ്മ ബിഗ് മോമിനും ഞങ്ങളുടെ ആൾക്കാർക്കും എല്ലാം തന്നെ വലിയൊരു വെല്ലുവിളിയായി തീരും. സോ ഇവിടെ വെച്ച് ഇവനെ തീർക്കണം. പക്ഷെ എന്റെ ഓരോ മൂമെന്റ്സും അത് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ലൂഫി അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കൈ ചുരുട്ടി ചാട്ടി വന്ന് കട്ടക്കുറിയെ ഞെട്ടിക്കാനായിട്ട് വരികയാണ്. പക്ഷെ വില്ലനാണെങ്കിൽ ഈസി ആയിട്ട് ലൂഫിയെ തട്ടി മാറ്റുകയാണ്. ലൂഫി വിടാതെ സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഹോക്ക് റൈസർ, ബസൂക്ക എന്നിങ്ങനെ അവന്റെ പവറുകൾ അതങ്ങനെ മാറ്റി മാറ്റി ആ വില്ലന് നേരെ പ്രയോഗിക്കുകയാണ്. പക്ഷെ വില്ലനാണെങ്കിൽ അവനെ കഴിഞ്ഞ പവറിൽ ലൂഫിയുടെ ഓരോ അറ്റാക്കിനെ ഈസി ആയിട്ട് തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. കട്ടക്കുറി ആണെങ്കിൽ ഓൾറെഡി ലൂഫിയുടെ ഫ്യൂച്ചർ അത് നോക്കി അവൻ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കട്ടക്കുറി ഫ്യൂച്ചർ നോക്കുന്ന ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം ലൂഫി കറങ്ങി തിരിഞ്ഞ് കട്ടക്കുറിയുടെ നേർക്ക് വരും. പിന്നീട് അവനുമായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ കപ്പലിൽ കോളയൊക്കെ ഫില്ല് ചെയ്ത് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് അതിനെ അങ്ങനെ ഫ്ലൈ ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിന്റെയും അവളുടെ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരുപാട് ദൂരം ഫ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞു. ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവരങ്ങനെ റിലാക്സ് ചെയ്യും. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ ആ കപ്പൽ മുഴുവൻ അന്വേഷിക്കുക. ലൂഫി കപ്പലിൽ കാണാനില്ല. അവൻ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൻ എല്ലാവരോടും ചോദിക്കും. ഉടനെ ക്യാരറ്റ് അവളായിരിക്കും ലൂഫി മിറർ വേൾഡിലേക്ക് പോയെന്നുള്ള കാര്യം ചോപ്പറിനെ അറിയിക്കുക. അവന്റെ ടെൻഷൻ അത് കൂടി കൂടി വരും. അവന് മനസ്സിലാവും നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്യാനാണ് അവൻ ഒറ്റയ്ക്ക് ആ മിറർ വേൾഡിലേക്ക് പോയതെന്ന്. എങ്ങനെയെങ്കിലും ലൂഫിയുടെ അടുത്തേക്ക് പോയി അവനെ സഹായിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ചോപ്പർ ആണെങ്കിൽ അവിടേക്ക് പോകാനുള്ള എന്തെങ്കിലും വഴി അന്വേഷിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ചോപ്പറിനെ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ലൂഫി നമ്മുടെ മാസ്റ്ററാണ്, തീർച്ചയായിട്ടും അവൻ ആ വില്ലന്മാരെ എല്ലാവരെയും തല്ലിക്കൊന്ന് തിരികെ വരും. അതിരിക്കട്ടെ പെട്രോ അവൻ എവിടെ പോയെന്ന് ബ്രൂക്ക് നാമിയോട് ചോദിക്കും. ഉടനെ നാമി അവള് വിഷമത്തില് അങ്ങനെ തല താഴ്ത്തി അവരോട് നടന്ന സംഭവങ്ങള് അതൊന്നൊന്നായിട്ട് പറയാണ്. കാരണം പെട്രോയെ അറ്റാക്ക് ചെയ്യുന്ന സമയം ബ്രൂക്കും ചോപ്പറും അവർ രണ്ടുപേരും ആ ജെല്ലിയിൽ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരും നെഞ്ചു തകർന്ന് ഒരുപാട് വേദനിക്കും. ബ്രൂക്കിന്റെ കൺട്രോൾ പോയി അവൻ കൈ ചുരുട്ടി നിലത്ത് ആഞ്ഞടിക്കുകയാണ്. ഞാൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാനൊരു അല്പം കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ആ വില്ലന്മാരെ എല്ലാവരെയും എന്റെ കൈകൊണ്ട് എനിക്ക് തല്ലിക്കൊല്ലാമായിരുന്നു. പെട്രോയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു പറഞ്ഞ് അവൻ നിർത്താതെ കരയും. അതുകൊണ്ട് ജിംബൈ ആണെങ്കിൽ ബ്രൂക്കിനോട് പറയും, ഇപ്പൊ നീ കരയല്ല വേണ്ടത്, പെട്രോ അവൻ നമുക്ക് വേണ്ടിയാണ് അവന്റെ ജീവൻ ത്യാഗം ചെയ്തത്. സോ ഒരു കാരണവശാലും ഇമോഷണലി ചിന്തിക്കാതെ നമ്മളെല്ലാവരും അവനു വേണ്ടി ഈ സമയം കോൺസെൻട്രേഷൻ മാറിപ്പോവാതെ ടാക്റ്റിക്കായിട്ട് ചിന്തിക്കണം. നിങ്ങളിത് കാണുന്നില്ലേ, നമ്മളിപ്പോഴും ബിഗ് മോമിന്റെ ഐലാൻഡിൽ തന്നെയാണ് പെട്ടുകിടക്കുന്നത്. മാത്രമല്ല ലൂഫി അവൻ ഒരുപാട് പവറുള്ള ആ കട്ടകുറിയായിട്ട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുകയാണ്. അവനോടൊപ്പം അവന്റെ അസിസ്റ്റൻസും ഉണ്ട്. ഇത് ബിഗ് മോമിന്റെ കൺട്രിയാണ്. അവളും അവളുടെ ആൾക്കാരും എപ്പോ വേണമെങ്കിലും ഏതു ഭാഗത്തു നിന്ന് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. പെട്രോയുടെ ജീവൻ അതവൻ നമുക്ക് സമർപ്പിച്ചത് വെറുതെ ആവാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഉഷാറായി ഇപ്പൊ നാമിയോട് കപ്പൽ റൺ ചെയ്യേണ്ട ഡയറക്ഷൻസ് അത് കറക്റ്റ് ആയിട്ട് പറയും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ബിഗ് മോമിന്റെ ആൾക്കാര് ഒരു പറ്റം കപ്പലുമായിട്ട് അവിടേക്ക് വരികയാണ്. അവരുടെ ഒത്ത നടുക്ക് സാക്ഷാൽ ബിഗ് മോമും ആ പരസ്പരവും ക്യാൻഡിയൊക്കെ ഉപയോഗിച്ച് അവൾക്ക് കടലിലൂടെ മൂവ് ചെയ്ത് വരാനുള്ള ഒരു ബേസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ക്യാരറ്റ് ആണെങ്കിൽ അവളുടെ ബൈനോക്കുലർ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഞെട്ടും. ക്യാരറ്റിനാണെങ്കിൽ ആ പരസ്പര വില്ലനെ കണ്ട് നെഞ്ച് തകരുകയാണ്. കാരണം അവനെ കൊല്ലാനാണ് പെട്രോ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വലിയ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവനെ തന്നെ സാക്രിഫൈസ് ചെയ്തത്. പക്ഷെ ഒടുവിൽ പരസ്പരയ്ക്ക് യാതൊരു കുഴപ്പമില്ല. മാത്രമല്ല അവന്റെ തകർന്നു പോയ കൈ അതവൻ ജെല്ലി ഉപയോഗിച്ച് വീണ്ടും ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്.
അത് താങ്ങാൻ കഴിയാതെ ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് അവളങ്ങനെ പൊട്ടിക്കരയും. അതേസമയം ഇവിടെ ആ പരസ്പരയുടെ സ്ക്വാഡ് അതാണെങ്കിൽ അവനോട് പറയും, ഈ സ്ട്രോ ഹാറ്റ് ലൂഫിയാൻ ടീമാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അവരെ തകർത്ത നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ പിന്നീട് നമുക്കെതിരെ തിരിയാനായിട്ട് ഒരു ശത്രുക്കൾ പോലും ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ വൈറ്റ് ക്ലൗഡിനെയും സണ്ണിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഒരുപാട് വിഷമത്തിൽ ആ ഐലാൻഡിൽ നിൽക്കുകയാണ്. അവരെ രണ്ടുപേരെ മാത്രം ആരും എവിടേക്കും കൊണ്ടുപോയില്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കായി. നമ്മൾ എന്ത് ചെയ്യും? മോമിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സാഡായിട്ട് നിൽക്കും. ആ സണ്ണിനാണെങ്കിൽ ഫയർ കഴിക്കണം, ക്ലൗഡിനാണെങ്കിൽ ബ്ലാക്ക് ക്ലൗഡിനെയും കഴിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ എനർജി അതവർക്ക് നിലനിർത്താനാവൂ. ഇപ്പൊ എനർജിയൊക്കെ ഡ്രൈനായി അവർ ദൂരെ കടലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത നമ്മുടെ സാഞ്ചിയും ലോലയും ഷിഫോണും പുട്ടിങ്ങും അവർ മൂന്ന് പേരും ആ ഒരു പായൽ അങ്ങനെ പറന്നു പോവാണ്. ഉടനെ ഷിഫോൺ പറയും, എൻ്റെ സിസ്റ്റർ ലോല, അവൾക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അവൾ ഇവിടുന്ന് പോയതിനു ശേഷം അവളുടെ സ്ഥാനത്തേക്ക് വരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവളെപ്പോലെ തന്നെ പുട്ടിങ്ങിനും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവള് ലോല തിരികെ വരുന്നു പറഞ്ഞ് അവളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ കാത്തിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് പുട്ടിങ്ങിനെ നോക്കും. അവളാണെങ്കിൽ ആ പായുടെ ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരിക്കുകയാണ്. സാഞ്ചി അവളോട് പായലേക്ക് കയറിയിരിക്കാൻ പറയും. അതിനവള് ആ ടെറർ ഫേസിലേക്ക് മാറി സാഞ്ചിയോട് പറയും, നീയും ഞാനും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ വെഡ്ഡിങ് ഡ്രസ്സിലാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് പോകുന്നത് കണ്ട എല്ലാവരും കരുതും നമ്മുടെ മാരേജ് അത് കഴിഞ്ഞുവെന്ന്. നിന്നെപ്പോലെ ഒരു യൂസ്ലെസ്സിനെ മാരേജ് ചെയ്തുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതെനിക്ക് വലിയ നാണക്കേടാണ്. അതിന് ഷിഫോൺ ആണെങ്കിൽ ചുറ്റും നോക്കും. നീ ഇത് കാണുന്നില്ലേ? നമ്മളിപ്പോ കടലിന്റെ നടുവിലൂടെ ഒരുപാട് മുൻപോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ചുറ്റും ആരുമില്ല ഇതൊന്നും കാണാനായിട്ട്. പക്ഷേ അവളാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെയുള്ള മരങ്ങൾക്കും കാറ്റിനും ക്ലൈമറ്റിനും ഒക്കെ തന്നെ കണ്ണുണ്ട്. അവറ്റകള് ഈ കാര്യം കാണുമെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്യും. അവര് ഓൾമോസ്റ്റ് ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവര് ആ ഐലാൻഡിലേക്ക് എത്തി ഒരുപാട് സമയമെടുത്ത് കേക്ക് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം വേണം ബിഗ് മോമിനെ ചെറുത്തു നിർത്താൻ. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ആണെങ്കിൽ ആ കട്ടകുറി വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടുകിടി ബഹളം. അടുത്ത നിമിഷം ആ കട്ടകുറി അവൻ സിമ്പിളായിട്ട് അവന്റെ മുതുകിൽ നിന്ന് ഒരുപാട് കൈ ക്രിയേറ്റ് ചെയ്യും. അതുപയോഗിച്ച് അവൻ ലൂഫിയെ അച്ചറം പൊച്ചറ ആഞ്ഞിട്ടിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഓരോ ടെക്നിക്കും ഫൈറ്റും കാണുമ്പോൾ അത്ഭുതമാണ്. കട്ടകുറിയുടെ അസിസ്റ്റൻസ് അവരെല്ലാവരും കട്ടകുറിയുടെ പേരൊക്കെ വിളിച്ച് അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. അടികെട്ടി താഴെ വീണ ലൂഫി അവൻ പതിയെ എഴുന്നേക്കും. കട്ടകുറി വില്ലൻ അവൻ ലൂഫിയെ പരിഹസിക്കാനായിട്ട് തുടങ്ങും. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിലും ബെസ്റ്റായിട്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും നല്ല സ്പീഡിലും ഫോഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്യും. ഒരു പരിധി കഴിയുമ്പോൾ കട്ടകുറി വില്ലൻ ലൂഫിയുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത് ലൂഫിയുടെ വായിൽ തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു അടിയിൽ ലൂഫി തെറിച്ചുപോയി അടിച്ചു വീഴും. അതിനുശേഷം അവൻ അവന്റെ ഫിംഗർ വായോട് ചേർത്ത് വെച്ച് അടുത്തൊരു പവർ അതങ്ങനെ റിലീസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.